കടക്കൽ യൂണിയൻ പ്രസിഡന്റും ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ ഡി ചന്ദ്രബോസ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷം ചടയമംഗലത്ത് KSRTC മധ്യത്തിൽ കടക്കൽ യൂണിയൻ കമ്മിറ്റി സംഘടിപ്പിച്ചേക്കുന്നു. ആ ഘോഷയാത്രയുടെയും സമ്മേളനത്തിന്റെയും തത്സമയങ്ങളിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യുഗപ്രഭാവനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് SNDP യോഗം കടക്കൽ യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ജയന്തി ഘോഷയാത്രയും സമ്മേളനവും ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി ഗുരുസ്മരണ കുമാരി അക്ഷര. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികണ്ണി ഭവാന്തിക്കോരാവി വന്തോണി നിൻ പദം ഒന്നൊന്നാ അന്നവസാരി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു. ജയിക്കുക ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഈ 171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി സമ്മേളനത്തിന് സ്വാഗതം പറയുവാൻ ബഹുമാനീയനായ SNDP യോഗം കടക്കൽ യൂണിയന്റെ വൈസ് പ്രസിഡന്റും സെക്രട്ടറി ഇൻചാർജുമായ ശ്രീ K. പ്രേംരാജിനെ ക്ഷണിക്കുന്നു. ഈ ആഘോഷത്തിന്റെ രക്ഷാധികാരിയായ ശ്രീ ശ്രീധരൻ ബൈല ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ
ശ്രീ ഭാർഗവൻ വെളിനല്ലൂർ, അദ്ദേഹവും വേദിയിലേക്ക് കടന്നു വരണം. ചടയമംഗലം ടൗൺ ശാഖയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ SNDP യോഗത്തിന്റെ കടക്കൽ യൂണിയന്റെ പ്രസിഡന്റും ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ ഡി ചന്ദ്രബോസ് അവറുകളെ, നമ്മുടെ 171ാമത് ജയന്തി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തുന്ന ശ്രീ ഡോക്ടർ അജയൻ പനേറ, കേരള യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗം HOD, ഈ സമ്മേളനത്തിന് മുഖ്യപ്രഭാഷണം നടത്തുന്ന SNDP യോഗത്തിന്റെ കൗൺസിലറും നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് മൂവ്മെന്റ് നേതാവുമായ ശ്രീ പച്ചേൽ സന്ദീപ്, ഇവിടെ ദൈവദശാലാപനം നടത്തിയ കുമാരി അക്ഷര, ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന ഡോക്ടർ സജിത, കോർഡിനേറ്ററായ ശ്രീ PS സജി, ശ്രീ തുളസീധരൻ വേങ്ങൂർ, ഈ ആഘോഷത്തിന്റെ മുഖ്യ കോർഡിനേറ്ററും യൂണിയന്റെ കൌൺസിലറുമായ ശ്രീ PK സുമേഷ്, കൌൺസിലർമാരായ ശ്രീ പാങ്ങനാട് ശശിധരൻ, ശ്രീമതി KM മാധുരി, ശ്രീ G നന്നാശൻ, ശ്രീ അമ്പിളിദാസൻ, S വിജയൻ, S സുധാകരൻ, ജയപ്രകാശ്, MK വിജയമ്മ, വനിതാ സംഘം പ്രസിഡന്റ് സുധർമ്മകുമാരി, സെക്രട്ടറി നിജി രാജേഷ്, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അഖിൽ ഭാർഗവൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, ഗുരുസഭ ആലാപനം ചെയ്യുന്ന മാസ്റ്റർ മാധവ്, കൃത്ജ്ഞ പ്രസംഗം നടത്തുന്ന ചടയമംഗലം ശാഖയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ മധുസൂദനൻ, അതുപോലെ നമ്മുടെ ഈ ആഘോഷ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻമാരായ ചടയമംഗലം ശാഖയുടെ പ്രസിഡന്റ് ശ്രീ അജയൻ, ഇടയ്ക്കോട് ശാഖയുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ്, പെരുമ്പാവൂർ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രബോസ്, ആക്കൽ ശാഖയുടെ പ്രസിഡന്റ് പ്രദീപ്, ചെറിയ വെളിനല്ലൂർ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ആദർശ് ഭാർഗവൻ, വേങ്ങൂർ ചെറുകൽ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ V മോഹൻ, തേവന്നൂർ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ രാജമണി, ഇളമാട് ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ, ചടയമംഗലം ശാഖയുടെ വൈസ് പ്രസിഡന്റും ആഘോഷ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായ ശ്രീ ശ്യാംരാജ്, കൺവീനർമാരായ ശ്രീ ചടയമംഗലം ശാഖയുടെ സെക്രട്ടറി ശ്രീ മധുസൂദനൻ, ഇടയ്ക്കോട് ശാഖയുടെ സെക്രട്ടറി ശ്രീ സുരേന്ദ്രൻ, പെരുവൻഭാഗം ശാഖയുടെ സെക്രട്ടറി ശ്രീ PS സജി, ആക്കൽ ശാഖയുടെ സെക്രട്ടറി KP സുന്ദരേശൻ, വെളിനല്ലൂർ ശാഖയുടെ സെക്രട്ടറി ശ്രീ മധുസൂദനൻ, വേങ്ങൂർ ശാഖയുടെ സെക്രട്ടറി ശ്രീ സുദർശനൻ, ഇളമാട് ശാഖയുടെ സെക്രട്ടറി സന്തോഷ്, അതുപോലെ ഈ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനറായ ചടയമംഗലം ശാഖയുടെ യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ ഉദയകുമാർ അടക്കം ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ശ്രീനാരായണ ഭക്തരെ, ഗുരുദേവ ഭക്തരെ, ശാഖായോഗത്തിന്റെ പ്രവർത്തകരെ, യുഗപ്രഭാവനായ ഗുരുദേവന്റെ 171ാമത് ജന്മദിനം ഇന്ന് ലോകമെമ്പാടും വളരെ സമുചിതമായി, വളരെ ഭക്ത്യാദരപൂർവ്വം, സന്തോഷപൂർവ്വം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. ഒരു ദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഈ അവസരത്തിൽ ഞാൻ ഒട്ടും തന്നെ എടുക്കുന്നില്ല. കാരണം നമ്മുടെ മുഖ്യ പ്രഭാഷകനായ ശ്രീ അജയൻ സാറിന്റെ അദ്ദേഹത്തിന് ശിവേരിയിൽ ഇത് ചതയനാഘോഷം എന്നിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നേരത്തെ തന്നെ നമുക്കിടെ അറിയിപ്പോട് കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹം ഇവിടെ കാലക്കുട്ടി എത്തിച്ചേർന്നതും. ഇന്ന് നമ്മുടെ SNDP യുടെ നമ്മുടെ കടക്കൽ ശാഖ പരിധിയിലുള്ള 42 ശാഖകളിലും നമ്മൾ രാവിലെ മുതൽ ശാഖാതലത്തിലുള്ള ആഘോഷങ്ങളും മറ്റ് പൂജകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്ന് നമ്മുടെ യൂണിയന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത ഘോഷയാത്രയും ഈ സമ്മേളനവും ഈ ചടയമംഗലത്ത് വെച്ച് നടത്തുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് കടക്കൽ യൂണിയന്റെ പ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ചടയമംഗലത്തൊരു കേന്ദ്രമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആഘോഷവും റാലിയും ഒക്കെ നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വർഷത്തെ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ പോലെ ഇപ്രാവശ്യവും 3 വർഷം നമ്മൾ തുടർച്ചയായിട്ട് 2 ദിവസം നമ്മുടെ ഓഗസ്റ്റ് 21, 24 തീയതികളിൽ നമ്മൾ സംഘടിപ്പിച്ച ദിവ്യജ്യോതി പ്രയാണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ
ശാഖകളിലും ഗുരുദേവ ഭക്തരും ജനങ്ങളും ഒക്കെ വളരെ ഭക്ത്യാദരപൂർവ്വം സ്വീകരിച്ച വലിയൊരു അനുഭവമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗുരുവിന്റെ ദർശനങ്ങളും ആശയങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നതിലും ഒക്കെ നമ്മൾ എല്ലാവരും എക്കാലത്തും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ ആഘോഷത്തിലും പ്രവർത്തനങ്ങളിലെല്ലാം വളരെ താല്പര്യത്തോടുകൂടി വളരെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂട്ടായ്മയും ഒത്തൊരുമയും സംഘടനാ ശേഷിയും നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകുന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ സഹായവും പ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റും ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ ഡി ചന്ദ്രബോസ്, അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ വളരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി SNDP യോഗത്തിന്റെ പ്രവർത്തകനായി ഈ നമ്മുടെ ഈ ചടയങ്കലം മേഖലയിൽ, നമ്മുടെ കടയ്ക്കൽ യൂണിയന്റെ മേഖലയിൽ ശക്തമായ നേതൃത്വം നൽകൊണ്ട് നമ്മുടെ യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നു പോകുന്ന, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റ് ഡി ചന്ദ്രബോസ് അവറുകളാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും കടയ്ക്കൽ SNDP യുടെ പേരിലും ഞാൻ ഹാർദവമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ടു. അതുപോലെ നമ്മുടെ ഇന്നത്തെ മുഖ്യ ഉദ്ഘാടകനായ മുഖ്യ പ്രഭാഷകൻ, നമ്മുടെ ഈ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ അജയൻ പനേറ, അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് നമുക്ക് ഇവിടെ ഇന്ന് കൂടുതൽ സമയം കിട്ടേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഗുരുവിന്റെ ഗുരുദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കിലേക്ക് കൂടുതൽ അറിവ് പകർന്നു തരുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ എന്നുള്ള ഒരു വലിയ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് നമുക്ക് ഉള്ളത്. നമ്മൾ ഇപ്രാവശ്യം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സമ്മേളനമാണ് നമ്മളിതിന്റെ സംഘാടക സമിതി എന്നുള്ള തരത്തിൽ നമ്മൾ ആലോചിച്ചതും. അത്തരത്തിലുള്ള ഒരു പ്രമുഖനായ ഒരു വ്യക്തിയെ ഇവിടെ ഒരു പ്രഭാഷണം, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കിട്ടണം, അദ്ദേഹത്തിൽ നിന്നുള്ള അറിവുകൾ നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിന്റെ ഒരു സഫലീകരണമാണ് നമുക്കിന്ന് ഈ ജയന്തി സമ്മേളനത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ക്ഷണം അനുസരിച്ച് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതും നിങ്ങൾ ക്ഷണിച്ചതുമൊക്കെ നമ്മുടെ യൂണിയൻ കൗൺസിലറും SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും നമ്മുടെ യൂണിയന്റെ സജീവ പ്രവർത്തകനുമായ ശ്രീ PK സുമേഷാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതുമൊക്കെ. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും, കടയ്ക്കൽ SNDP യുടെ പേരിലും, ഈ വർഷത്തെ ചതയനാഘോഷ കമ്മിറ്റിയുടെ പേരിലും, ഞാൻ ഈ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ വളരെ ഹാർദവമായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷകനായ ശ്രീ പച്ചേരി സന്ദീപ്, അദ്ദേഹം SNDP യോഗത്തിന്റെ കൗൺസിലറാണ്. ഒന്നിലധികം യൂണിയനുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ, അതുപോലെ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഉത്തരവാദിത്തമുള്ള വളരെ തിരക്കുള്ള ഒരു പ്രവർത്തകനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ശ്രീ സന്ദീപ്, നമ്മെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ കുറച്ച് സമയമൊക്കെ അദ്ദേഹം കിട്ടുന്നെങ്കിലും അത് നമുക്ക് വളരെ വിലപ്പെട്ട ഒരു സേവനമാണ് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ അദ്ദേഹം കുട്ടനാട് സൗത്ത് യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനാണ്. രാവിലെ അവിടുത്തെ ജയന്തി ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്തിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് കാരണമാണ് അദ്ദേഹത്തിന് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ കഴിയാതെ പോയത്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഘോഷയാത്രയിൽ ഒരു പങ്കാളിയാവാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സഹായങ്ങളും SNDP യോഗം കടയ്ക്കൽ യൂണിയന് എക്കാലവും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക്, ഈ വർഷത്തെ നമ്മുടെ ജയന്തി ആഘോഷ സമ്മേളനത്തിൽ ഞാൻ വളരെ ഹാർദവപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും SNDP യോഗം കടയ്ക്കൽ യൂണിയന്റെ പേരിലും ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹാർദവമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇന്ന് ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്ന നമ്മുടെ കൗൺസിലർമാർ, അതുപോലെ നമ്മുടെ കോർഡിനേറ്റർമാർ, ഈ ആഘോഷ കമ്മിറ്റിയുടെ കോർഡിനേറ്റർമാരായ ശ്രീ PS സജിയും ശ്രീ വേങ്ങൂർ തുളസി സാറ് ഈ വർഷത്തെ നമ്മുടെ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്. നമ്മുടെ തേവന്നൂർ ശാഖയുടെ സെക്രട്ടറി എന്നതിന് പുറമെ തന്നെ നമുക്ക് നമ്മുടെ യൂണിയനിൽ നിന്ന് ദർശനങ്ങളെ കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്താൻ പ്രാപ്തനായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ശ്രീ തുളസി സാർ.
അദ്ദേഹം നമ്മൾ ഈ 21, 24 തീയതിയിൽ നടത്തിയ നമ്മുടെ ദിവ്യജ്യോതി പ്രയാണ യാത്രയിൽ നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിലും, നമ്മുടെ എല്ലാ ശാഖാ കേന്ദ്രങ്ങളിലും, ക്ഷേത്രങ്ങളിലും എല്ലാം കുറച്ച് സമയമുള്ളെങ്കിൽ കിട്ടിയിട്ട് എങ്കിലും അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സേവനം ഇനിയും എക്കാലവും നമുക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ സമ്മേളനത്തിന് ഞാൻ ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളു. അതുപോലെ തെരുവുംഭാഗം സായിയുടെ സെക്രട്ടറി ശ്രീ PS അജി, അദ്ദേഹം നമ്മുടെ ഈ സമ്മേളനത്തിന്റെ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിന്റെ സേവനവും നമുക്ക് വളരെ സഹായകരമാണ്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഈ ആഘോഷ കമ്മിറ്റിയുടെ ചീഫ് കോർഡിനേറ്ററായി പ്രവർത്തിച്ച ശ്രീ PK സുമേഷ് സാറ്, അദ്ദേഹത്തെയും പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന്റെ സേവനവും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. വേണ്ടോളം അത് കിട്ടുന്നുമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ എക്കാലവും ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ യൂണിയൻ കൗൺസിലർമാരായ ശ്രീ പാങ്ങനാട് ശശിധരൻ, അദ്ദേഹമാണ് നമ്മുടെ യൂണിയനിലെ ഏറ്റവും മുതിർന്ന വ്യക്തി. അതുപോലെ നമ്മുടെ KM മാതിരി, ശ്രീ നളിനാശൻ, ശ്രീ അമ്പിളിദാസൻ, ശ്രീ S വിജയൻ, S സുധാകരൻ, ശ്രീ ജയപ്രകാശ്, MK വിജയമ്മ, അതിലെ വനിതാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് K സുധർവകുമാരി, സെക്രട്ടറി നിജി രാജേഷ്, അതുപോലെ യൂത്ത് മൂവ്മെന്റ് നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ശ്രീ അഖിൽ ഭാർഗവൻ, സെക്രട്ടറി ശ്രീ അനിൽകുമാർ അടക്കം എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് വളരെ ഹാർദവമായി ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുകയാണ്. അതുപോലെ നമ്മുടെ ഈ ആഘോഷത്തിന് വേണ്ടി ഇപ്പോൾ ചടയങ്ങളത്ത് വെച്ച് നടത്തുമ്പോൾ ഇവിടുത്തെ 2 പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ ചടയങ്ങളത്ത് നമ്മൾ ഈ ജയന്തി ആഘോഷം നടത്തുമ്പോൾ ഈ പഞ്ചായത്തിലുള്ള 3 ശാഖ, അതായത് ചടയമംഗലം, തെരുവുംഭാഗം, എടയ്ക്കോട് ശാഖയിലെ പ്രസിഡന്റും സെക്രട്ടറിമാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും ഒക്കെയാണ് ഈ സമ്മേളനത്തിന് ഇതിന്റെ വിജയത്തിന് വേണ്ടി വളരെയേറെ സഹായിച്ചിട്ടുള്ളത്. അവരെയും ഓരോരുത്തരെയും ഞാൻ നേരത്തെ അവരുടെ എല്ലാം പേര് വായിച്ചതാണ്. ഈ 3 ശാഖയുടെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും, അതുപോലെ ഇളമാട് ശാഖയുടെ ആക്കൽ ശാഖ, വെളിനല്ലൂർ, പിന്നെ വേങ്ങൂർ, ഇളമാട്, തേവന്നൂർ അടക്കമുള്ള ശാഖയിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാരെല്ലാം ഇവിടെ ഈ ഘോഷയാത്രയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് വളരെ ഹാർദവമായി ഞാൻ സ്വാഗതം ഓരോരുത്തരുടെ പേരിലും അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഇത്തരത്തിലുള്ള ഒരു ജയന്തി സമ്മേളനം നടത്തുന്നതിന് നമുക്ക് വേണ്ടുന്ന സഹായം നമുക്ക് ലഭ്യമാക്കി തന്ന നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ, അതുപോലെ സബ് ഇൻസ്പെക്ടർ, അതുപോലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം അതിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ഈ സമ്മേളനത്തിലേക്ക് SNDP കടയ്ക്കൽ യൂണിയന്റെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത് അധികാരികൾ, അവർക്കും ഈ അവസരത്തിൽ ഈ സമ്മേളനത്തിലേക്ക് SNDP കടയ്ക്കൽ യൂണിയന്റെ പേരിൽ, ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. അതുപോലെ നമുക്കിടെ നമ്മുടെ ഈ ഘോഷയാത്രയും പരിപാടികളൊക്കെ ഇവിടെ നമുക്ക് അതിന്റെ മീഡിയയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ദൃശ്യമാധ്യമ പ്രവർത്തകരായിട്ടുള്ളവർക്കും ഈ സമ്മേളനത്തിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമുക്കിവിടെ നല്ല ഒരു ശബ്ദ സംവിധാനം, ഈ സ്റ്റേജ് അടക്കം ഇവിടെ ക്രമീകരിച്ചു തന്ന ആപ്പിൾ സൗണ്ട് വേക്കൽ എന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്കും പ്രവർത്തകരെയും ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നമ്മുടെ പേരിലൊക്കെ സ്വാഗതം അർപ്പിച്ചുകൊള്ളുകയാണ്. അതുപോലെ ഈ ചടയങ്ങളത്ത് വെച്ച് ഇങ്ങനെ ഒരു സമ്മേളനവും ഘോഷയാത്രയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് വളരെ നല്ല സഹകരണമാണ് ഇവിടുത്തെ വ്യാപാരികളിൽ നിന്നും, ഓട്ടോ ടാക്സി വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും, മറ്റ് പൊതുജനങ്ങളിൽ നിന്നും, നാട്ടുകാരിൽ നിന്നൊക്കെ വളരെ സഹായപരമായിട്ടുള്ള വളരെ നല്ലൊരു പിന്തുണയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവരെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ ജയന്തി ആഘോഷം നമ്മെ സംബന്ധിച്ചോളം നമ്മൾ ഓരോ ജയന്തി ആഘോഷവും വലിയ വലിയ ഘോഷയാത്രകളും മറ്റും നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ താല്പര്യത്തോടുകൂടി, വളരെ നിറഞ്ഞ ഗുരുഭക്തിയോടുകൂടി, ആവേശത്തോടുകൂടി നമ്മുടെ സംഘടനയുടെ നിലനിൽപ്പിന് വേണ്ടി, കെട്ടുറപ്പിന് വേണ്ടി വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, വളരെ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹായോഗത്തിന്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിന്റെ പ്രവർത്തകർ, അതുപോലെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ, ബാലജനയോഗത്തിന്റെ പ്രവർത്തകർ അടക്കം നല്ലവരായ എല്ലാ പ്രവർത്തകരെയും നാട്ടുകാരെയും ഒക്കെ ഈ സമ്മേളനത്തിലെ ഹാർദവമായി ഞാൻ സ്വാഗതം
171ാമത് ഈ ജയന്തി സമ്മേളനത്തിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. ബഹുമാന്യനായ ഉദ്ഘാടകൻ, യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാള വിഭാഗത്തിന്റെ തലവൻ ഡോക്ടർ അജയൻ പനേറ, ബഹുമാന്യനായ SNDP യോഗത്തിന്റെ കൌൺസിലർ ശ്രീ പച്ചയിൽ സന്ദീപ്, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ SNDP യോഗം കടക്കൽ യൂണിയന്റെ സെക്രട്ടറി ഇൻചാർജ് ശ്രീ കെ പ്രേംരാജ്, യൂണിയൻ കൌൺസിൽ അംഗങ്ങൾ, സ്വാസംഘ കമ്മിറ്റി ഭാരവാഹികൾ, ശാഖാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റ് ഭാരവാഹികളെ, ശ്രീനാരായണീയരെ, സുഹൃത്തുക്കൾ, ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടന്നുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീനാരായണ പരമഹംസ ദേവൻ എന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവമാണ്. ശ്രീനാരായണ ഗുരുദേവനെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരു തലമുറയിലെ ആളുകളാണ് ഇന്ന് 171 ഗുരുജയന്തി ആഘോഷിക്കുന്നത്. നമുക്ക് നേരാൻ വഴി കാട്ടുന്ന ഗുരുവല്ലോ പരദൈവം എന്ന സങ്കല്പത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ശ്രീനാരായണ ധർമ്മപരിപാലന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന SNDP യോഗം എന്ന് പറയുന്ന മഹാവൃക്ഷമായി പറന്ന് പന്തലിച്ചു നിൽക്കുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഒരു കാലഘട്ടത്തിൽ തെരുവിലൂടെ നടക്കുവാൻ വിധിയില്ലാതിരുന്ന ജനതയെ ക്ഷേത്രങ്ങളിൽ കയറി പൂജ നടത്തുവാനും തൊഴുവാനും കഴിയാതിരുന്ന ഒരു ജനതയെ ആ ജനതയുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവരെ ബോധവൽക്കരിച്ച് അവർക്കതിനെ സംബന്ധിച്ചുള്ള അറിവും ബോധവും ജ്ഞാനവും ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ ഇടയിൽ സാധാരണക്കാരനെ പോലെ പ്രവർത്തിച്ച് അവധൂതനെ പോലെ സഞ്ചരിച്ച് മഹാമുനിയായി മാറി ലോകോത്തരമായി അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവനെ ദൈവമായി കണ്ട് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ പ്രതീകമെന്ന നിലയിലാണ് നമ്മൾ ഇന്ന് 171ാമത് ജയന്തി ആഘോഷം നടത്തുന്നത്. 1888 ലോക ചരിത്രത്തിൽ കുറിക്കപ്പെട്ട അരുവിപ്പുറം പ്രതിഷ്ഠയെ സംബന്ധിച്ച് നമുക്കറിയാം. ശ്രീനാരായണ ഗുരുദേവൻ നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ മുങ്ങി ശിവരാത്രി നാളിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ അവിടെ ഒരു ശില എടുത്ത് പൊങ്ങി അതിന്റെ കരയ്ക്ക് പ്രതിഷ്ഠിച്ചപ്പോൾ ആ പ്രതിഷ്ഠിച്ച ശിലയുടെ അത് അസ്തബന്ധമില്ലാതെ ഉറപ്പിച്ചിരിക്കുന്ന ആ ശിലയുടെ ലോകത്ത് തന്നെ 2 ശിവലിംഗ പ്രതിഷ്ഠകളാണ് ലക്ഷണമൊത്ത ശിവലിംഗ പ്രതിഷ്ഠകളെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അവിടെ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇത് എന്നാണ് അവിടെ എഴുതി വെച്ചത്. അങ്ങനെ ഒരു സന്ദേശം പിൽക്കാലത്ത് ആരും അതിനു മുമ്പ് ആരും ഈ സമൂഹത്തിൽ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ സോദരത്തേന വാഴുന്ന ഒരു മഹാസമൂഹത്തെ സൃഷ്ടിക്കാൻ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുദേവൻ, ജാതിഭേദമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുദേവൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ, ആ ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച ആ സാമൂഹ്യ മാറ്റത്തിലാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞ ഗുരുദേവന്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ അധികാരം ആർ ശങ്കർ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആർ ശങ്കർ, ആ ആർ ശങ്കറിന്റെ കയ്യിൽ രാഷ്ട്രീയ അധികാരം കിട്ടിയപ്പോഴാണ് ഈ രാജ്യത്ത് ശ്രീനാരായണ കോളേജുകൾ സ്ഥാപിച്ചത്. SNDP യോഗത്തിനും ശ്രീനാരായണ സമൂഹത്തിനും ആവശ്യമായത് എടുത്തിട്ട് അതേപോലെയുള്ള മറ്റു സമുദായങ്ങൾക്ക് നീതിപൂർവമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീതിച്ചു നൽകുവാൻ അന്ന് SNDP യോഗത്തെ നയിച്ച ആർ ശങ്കർ എന്ന് പറയുന്ന മഹാനായ ആർ ശങ്കർ എന്ന് പറയുന്ന ഭരണാധികാരി കേരളത്തിലുണ്ടായിരുന്നു. ആർ ശങ്കർ എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടായത് കൊണ്ടാണ് പിന്നോട്ടുള്ള സമുദായത്തിൽപ്പെട്ട നമ്മുടെ ആളുകൾക്ക് വിദ്യ ചെയ്യുവാനും ഇവിടെ കോളേജുകൾ സ്ഥാപിക്കുവാനും നമുക്ക് കഴിഞ്ഞത്. SNDP യോഗത്തെ നയിച്ച മഹാനായ ആർ ശങ്കറിന് ശേഷം കഴിഞ്ഞ 30 വർഷമായി ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന
സമുദായമില്ലാതെ നേതാവില്ലാതിരുന്ന സമുദായത്തിന് നേതാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 996 SNDP യോഗത്തിന്റെ അമരത്തിലേക്ക് കടന്നു വന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നമ്മുടെ നേതാവ് ഈ സമൂഹത്തിൽ SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു അജയ്യ പ്രസ്ഥാനമായി വളർത്തിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിങ്ങൾക്കറിയാത്ത ഒരു ചരിത്രമുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ 1931 മുതൽ 38 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ തിരുവിതാംകൂർ രാജാവിന്റെ ഭരണ സംവിധാനത്തിലെ ജനസംഖ്യ ആനുപാതികമായി ഭരണസ്വാധീനത്തിൽ അംഗങ്ങളെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സർവീസുകളിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളെ സംവരണ ഉൾപ്പെടെയുള്ളത് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രക്ഷോഭം നടക്കുകയുണ്ടായി. സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ് കേരളത്തിലെ തിരുവിതാംകൂർ മഹാരാജ്യത്ത് ഈഴവനും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നു ചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും സർക്കാരിന്റെ സർവീസുകളിൽ സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാനായ സി കേശവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നിവർത്തന പ്രക്ഷോഭം നമ്മൾ മറന്നുപോയിട്ടില്ല. ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പരിണത ഫലമായി നമ്മൾ നേടിയെടുത്തതാണ് നമ്മുടെ സർക്കാർ സർവീസുകളിലെ സംവരണം. ആളുകളുടെ കരമടവിന്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യ കേരളം പുതിയ ഭരണ സംവിധാനത്തിലൂടെ 1947 ശേഷം 1957 ഇവിടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിലൂടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു. നമ്മൾ നമ്മുടെ വോട്ടവകാശങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ തെരഞ്ഞെടുത്ത് വിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമ്മൾ അധികാരത്തിൽ വരുന്ന ആളുകളെ നമ്മൾ നമ്മുടെ വോട്ടവകാശം കൊടുത്ത് പിടിച്ചുവിടുന്ന ആളുകൾ ഈ രാജ്യത്ത് നമുക്ക് എന്ത് തരുന്നു എന്ന് നമ്മൾ സ്വയം ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ജയന്തി സമ്മേളനത്തിൽ നമ്മൾ ഉയർത്തുന്ന പ്രശ്നം. നമ്മുടെ സമുദായ ശക്തി അനുസരിച്ച് കേരളത്തിലെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലെ ജനപ്രതിനിധികളുടെ പ്രാതിനിധ്യം എന്തുമാത്രമുണ്ട് എന്ന് വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ സമുദായത്തിലെ ആളുകളെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ആളെ നോക്കി വോട്ട് ചെയ്യണമെന്നാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് പറയുന്നത്. ആ ഒരു പ്രാധാന്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജാതീയമായി നമ്മളെ വേർതിരുത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് ശ്രീ നാരായണ ഗുരുദേവനാൽ തിരികൊളുത്തിയ SNDP യോഗം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ അഭിമാനത്തോടെയാണ് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. മതാതീതമായ ഒരു ആത്മീയതയുടെയും മതാതീതമായ ഒരു ചിന്തയുടെയും മതാതീതമായ ഒരു പ്രവർത്തനത്തിന്റെയും ഭാഗമായി ഒരു മതേതരത്വ സങ്കല്പത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഈ നാട്ടിലെ മറ്റൊരു ഇതര മതസ്ഥർക്കും യാതൊരുവിധമായ കോട്ടവും തട്ടാതെ അവരും നമ്മളുടെ ഏകോദര സഹോദരന്മാരാണെന്ന ചിന്തയിൽ അവരുടെ എല്ലാം ചിന്തയിൽ നമ്മൾ എല്ലാവരും ഏകോദര സഹോദരന്മാരല്ലോ എന്ന് ഗുരു പറഞ്ഞ വചനം ഓർത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തെ ഊട്ടിയുറപ്പിക്കുവാൻ ഗുരു പറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചു പോകുവാൻ ഈ ജയന്തി സമ്മേളനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. ഇവിടെ ഉജ്ജ്വലമായ നിലയിൽ ഗുരു സന്ദേശം പറയുവാൻ കഴിയുന്ന ഡോക്ടർ അജയൻ പനേറ എന്ന മഹാനായ വ്യക്തിയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ചെയ്യട്ടെ. ഈ സന്ധ്യാനേരത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടാനും ആ ഒരുമിച്ച് കൂടിയ നിങ്ങളുടെ മുൻപിൽ രണ്ട് വർത്തമാനം പറയുവാനും എനിക്ക് പ്രാപ്തി നൽകിയ മഹാഗുരുവിൻ്റെ കാരുണ്യത്തിന് മുൻപിൽ ഞാൻ ശിരസ്സുകൊണ്ടും മനസ്സുകൊണ്ടും വിനയപൂർവ്വം പ്രണമിക്കുകയാണ്. കടയ്ക്കൽ
ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കടയ്ക്കൽ യൂണിയൻ സംഘടിപ്പിച്ച 171ാമത് ജയന്തി ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന ഈ മണ്ണ് ജഡായുമംഗലം മാത്രമല്ല, ഇത് ചടയമംഗലം കൂടിയാണ്. ചടയൻ എന്ന വാക്കിന് ശിവൻ എന്ന ഒരർത്ഥം കൂടി ഉണ്ട്. അങ്ങനെ ഈ ചടയമംഗലം ജഡായുവിനും ശിവനും കടപ്പെട്ട ഈ മണ്ണിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ കടയ്ക്കൽ യൂണിയൻ സംഘടിപ്പിച്ച 171ാമത് ജയന്തി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടെ ഈ ഇളം സൂര്യന്റെ രശ്മികളാൽ എന്നെ സ്പർശിക്കുന്ന ഗുരുമഹിമയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം അറിയിക്കുകയാണ്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആരായിരുന്നു ഗുരു എന്നുള്ളതിന് ഒറ്റ വാക്കിൽ ഉത്തരം അസാധ്യമാണ്. ഉലകിൽ ആനയിൽ അന്ധരെന്ന പോലെ പലർക്കും പലതാണ് ഗുരു. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം, പറഞ്ഞാലും പറഞ്ഞാലും ബാക്കിയാകുന്ന ചരിത്രം, ഓർത്താലും ഓർത്താലും അവസാനിക്കാത്ത മധുര സ്മരണ. അങ്ങനെ ഗുരുവിനെ വ്യത്യസ്ത രീതിയിൽ അളക്കാം, സ്വീകരിക്കാം. ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹത്തിൽ നേരാം വഴികാട്ടും ഗുരു എന്നതാണ് ഗുരുവിന് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല നിർവചനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുരുവിനെ കണ്ട പലരും പലതരത്തിൽ ഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനന്തതയിലേക്ക് നീളുന്ന യോഗാത്മകതയുടെ നയനങ്ങൾ ഞാൻ ആ മുഖത്തു കണ്ടു എന്ന് ഒരു മഹാൻ. മറ്റൊരു മഹാൻ തെക്കൻ ഇന്ത്യയുടെ കടൽത്തീരങ്ങളിലൂടെ നമ്മുടെ ക്രിസ്തു ഒരു ഹിന്ദു സന്യാസിയുടെ വേഷത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് മറ്റൊരു മഹാൻ. ലോകം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കർമ്മജ്ഞാനിയാണ്, ജ്ഞാനിൻ ഓഫ് ആക്ഷൻ ആണ് ഗുരു എന്ന് മറ്റൊരാൾ. ശ്രീനാരായണ ഗുരുദേവൻ ഇതാ ഈ മണ്ണിന്റെ മകനാണ് എന്ന് വിളിച്ചു പറഞ്ഞ മറ്റൊരാൾ. അങ്ങനെ ചരിത്രത്തിൽ എത്രയെത്ര വായനകൾ ഗുരുവിനുണ്ടായിട്ടുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ ഗുരു എന്ന മഹാപ്രപഞ്ചത്തിന്റെ അതിരുകളില്ലാത്ത ആകാശങ്ങളെ മുഴുവൻ അളന്നു തീർക്കാം എന്ന അല്പത്തരം എനിക്കില്ല. ചില സന്ദർഭങ്ങൾ ഗുരു മലയാളിക്ക്, ഇന്ത്യക്കാരന്, ലോകത്തിനാരാണ്? 170 വർഷം മുമ്പ് ചെമ്പഴന്തിയിൽ വിരിഞ്ഞ ആ ചെമ്പരത്തി പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ പ്രസരിക്കുന്ന സുഗന്ധപൂരിതമായ ഒരു അനുഭവമായത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഇവിടെ പറഞ്ഞു 1888 നെയ്യാറിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു ശിലാഖണ്ഡം എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. തർക്കിക്കാൻ വന്ന ബ്രാഹ്മണ്യത്തോട്, തർക്കിക്കാൻ വന്ന പൗരോഹിത്യത്തോട് ദൃഢവും മിതവും സൗമ്യവുമായ ഭാഷയിൽ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അതിലുണ്ട് ഗുരുമഹിമ എന്ന് ഞാൻ വിചാരിക്കും. ആ നാം എന്നതിൽ ഗുരു എപ്പോഴും നാം എന്നേ പറയാറുള്ളൂ. ഞാനെന്ന് ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യക്തിപക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ എന്റെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് ഒഴിയാം. പക്ഷേ ഞാനും നീയും, ഞാനും നിങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ബഹുവചനമാണ് നാം. ഞാൻ എന്റെ ശിവനെയല്ല, ഞാൻ നിങ്ങളുടെ ശിവനെയല്ല, ഞാൻ നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞ മഹാഗുരു. ശിവഗിരിയിൽ പഠിതാക്കളായി വന്ന അന്നത്തെ ദരിദ്ര ബാലന്മാർക്ക് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്നിങ്ങനെ യോജനകൾക്കപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിരുന്ന
ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ചൊല്ലുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന എഴുതിയ ഗുരുദേവൻ ആ പ്രാർത്ഥനയിൽ ഇന്ത്യൻ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും മുഴുവൻ സാരം ഉൾക്കൊള്ളിച്ചു എന്നാണ്. ആരാണ് ദൈവം? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ തമ്മിൽ സംഘർഷം ഏർപ്പെടുന്നത് ദൈവത്തിന്റെ പേരിലാണ്. നിങ്ങൾക്കറിയുമോ, ലോകത്ത് മതത്തിന്റെ പേരിലാണ് സംഘർഷം എന്ന് പറയുന്നെങ്കിലും ആത്യന്തികമായി അത് ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് തല്ലുകൂടുന്നത്. ആരാണ് കേമൻ? എന്റെ ദൈവമാണോ നിന്റെ ദൈവമാണോ കേമൻ എന്നുള്ള വിചാരത്തിൽ നിന്നാണ് മതപ്പോരുകളും ജാതി കലഹങ്ങളും മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധയും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒടുങ്ങാത്ത കലാപങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോഴാണ് ആരാണ് ദൈവം? കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വൻതോണി നിൻപദം. ആരാണ് ദൈവം? ദൃശ്യമാകുന്നതിനും അപ്പുറം അദൃശ്യതയിലും അപാരതയിലും എവിടെ നിന്നോ നമ്മുടെ ഈ കോളിളക്കമുള്ള ഈ പ്രപഞ്ച ജീവിതത്തെ സൗമ്യമായി നിയന്ത്രിക്കുന്ന കപ്പിത്താനും തോണിയുമാകുന്നു ദൈവം. ഈ ജീവിതം ഒരു കപ്പലോട്ടമാണെങ്കിൽ, അങ്ങനെയാണല്ലോ ഈ ജീവിതമാണ് സംസാരമാം ഈ സാഗരത്തിൽ അംസാന്തം മുങ്ങുല സഖേ എന്നാണ്. അങ്ങനെ കടലിലൂടെയുള്ള എത്തും പിടിയും കിട്ടാത്ത യാത്രയാണ് ജീവിതമെങ്കിൽ ആ ജീവിതത്തിന്റെ കടൽക്കോളിനെ നിയന്ത്രിക്കുന്ന ഗുരുവിന്റെ ജീവിതത്തിൽ ഒരു സന്ദർഭമുണ്ടല്ലോ. സിലോണിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കടൽ കോളിളക്കമുണ്ടാകുമ്പോൾ ഭയക്കുന്നവരോട് പേടിയാകുന്നു. എല്ലാവരും പറഞ്ഞു പേടിയാകുന്നു പേടിയാകുന്നു എന്ന് പറഞ്ഞവരുടെ മുൻപിൽ പേടിയില്ലാതെ അക്ഷോഭ്യനായി മോദസ്ഥിതനായ അങ്ങ് വസിപ്പൂ മല പോലെ എന്ന കവിയുടെ വാക്കുകൾ കടമെടുത്താൽ കടലിന്റെ നടുവിൽ ഒരു മഹാശൃംഗം പോലെ ക്ഷുഭിതനാകാതെ ഭയലേശമില്ലാതെ ഇളക്കമില്ലാതെ നിലകൊണ്ട ഗുരു പറയുകയാണ്, ആരാണ് ദൈവം? ഈ ഇളകുന്ന കോൾക്കയങ്ങളുള്ള കടലിൽ നിനക്ക് നിർഭയമായി സഞ്ചരിക്കുവാൻ വേണ്ട തട്ടാണ് ദൈവം. കപ്പലിന്റെ ഡെക്കാണ് ദൈവം. കപ്പലിന്റെ പ്ലാറ്റ്ഫോമാണ് ദൈവം. ഇനി അത് മാത്രമാണോ? ആ കപ്പലിനൊരു കപ്പിത്താൻ വേണമല്ലോ. അലയും ചുഴിയും നിറഞ്ഞ ജീവിതത്തിന്റെ കടലിൽ ഗതി കിട്ടാതെ അലയുന്ന സാധാരണക്കാരായ മനുഷ്യന്റെ അറ്റമില്ലാത്ത ജീവിതയാത്രയിൽ അവനെ നിയന്ത്രിക്കുന്ന, അപകടങ്ങളിൽ നിന്ന് അദൃശ്യമായി സംരക്ഷിച്ചു നിർത്തുന്ന കപ്പിത്താനാണ് ദൈവം. പണ്ടാരോ പറയാറുണ്ടല്ലോ ഒരു കഥ. ദൈവത്തോടൊരാൾ പരിഭവം പറയുകയാണ്, ദൈവമേ നീ എന്തൊരു ദുഷ്ടനാണ്. ദൈവം ചോദിച്ചു, എന്താ കാര്യം? ദൈവമേ, ഞാൻ ഈ മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നല്ലോ, ഒരല്പനേരമെങ്കിലും നീ എന്നെ ഒന്ന് താങ്ങിയില്ലല്ലോ. ദൈവം പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾക്ക് കൂടുതൽ ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, നോക്കൂ, നിങ്ങളും നോക്കൂ, ദൈവമേ നീയും നോക്കൂ, ആകെ 2 കാൽപ്പാടുകളേ ഉള്ളൂ. നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 4 കാൽപ്പാടുകൾ വേണ്ടേ? 2 കാൽപ്പാടുകളേ ഉള്ളൂ. ദൈവം അല്പം സ്പഷ്ടമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ 2 കാൽപ്പാടുകൾ എന്റേതാണ്. ഇത്ര നേരവും നിന്നെ വഹിച്ചുകൊണ്ട് ഞാനാണ് നടന്നത്. അങ്ങനെയാണ്, നാവികനാണ് ദൈവം. ഇനി ചിലർ പറയും, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പോലുള്ള, സാക്ഷാൽ സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകൾ പറയും, അങ്ങനെ ദൈവമൊന്നുമില്ല, കാണാത്തതിനെ ഒന്നും ഞങ്ങൾ വിശ്വസിക്കും. ശരി, വിശ്വസിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. വിശക്കുന്നവൻ അന്നമാണ് ദൈവം. തണുപ്പത്ത് കൂനിക്കൂടിയിരിക്കുന്നവൻ ഒരു കമ്പിളി പുതപ്പാണ് ദൈവം. മരുഭൂമിയിൽ ദിവസങ്ങളോളം അലയുന്നവന് തുള്ളി ജലമാണ് ദൈവം. അങ്ങനെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ സംരക്ഷിക്കുന്നതാരോ അതാണ് ദൈവം. പിന്നെ ആരാണ് ദൈവം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്തെല്ലാ മനുഷ്യർക്കും, ലോകത്ത് 750 കോടിയാണ് ജനസംഖ്യ.
ഈ 750 കോടി മനുഷ്യർക്കും മുട്ടുതടവില്ലാതെ ചൊല്ലാൻ കഴിയുന്ന ഏക പ്രാർത്ഥന ഏതെന്ന് ചോദിച്ചാൽ അത് ദൈവദശകം. ചില ആളുകൾ പറയും ഈ ദൈവദശകം വെച്ചൊന്നും അല്ല ഗുരുവിനെ അളക്കേണ്ടത്. ഇന്ന് ആരോ എഴുതിയ ഒരു ലേഖനത്തെ കുറിച്ചൊരു കമന്റ് കണ്ടു, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയും. ദൈവദശകം എന്ന പ്രാർത്ഥന മനസ്സിലുള്ള ഒരാളിന് അഹങ്കാരം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. വാക്കാണ് ദൈവം. അതുകൊണ്ടാണ് അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടേണം എന്ന് പറഞ്ഞത്. അയൽക്കാരനെ ദുഷിക്കാതിരിക്കുക, അയൽക്കാരനെ ഭത്സിക്കാതിരിക്കുക, അപരനോട് വിദ്വേഷ വർത്തമാനം പറയാതിരിക്കുക. സൂക്ഷ്മമറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവൻ തന്നെയാണ് പ്രമാണം. മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുമ്പോൾ പറയുകയാണ് മതമെന്നതല്ല അവസാന വാക്ക്. ഭക്തി എന്നത് ഗുരുവിന്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഭക്തിരാത്മാനുസന്ധാനം ആത്മാനന്ദഘനോയത. അവനവനെ തിരിച്ചറിയലാണ് ഭക്തി. അവനവനെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ വർത്തമാനം പറയുന്ന എന്റെ ഈ ശബ്ദകോശങ്ങൾക്ക്, എന്റെ ഈ കണ്ഠനാളത്തിന് തടസ്സം സൃഷ്ടിക്കാതെ നിൽക്കുന്ന ആ വായുവുണ്ടല്ലോ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്ന എന്റെ പ്രാർത്ഥനയ്ക്കൊപ്പം ഇടതടവില്ലാതെ വാക്കുകൾ വന്നിങ്ങനെ നിറയുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടല്ലോ. വാക്കാണ് ദൈവം, അറിവാണ് ദൈവം. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ 1924 ഗുരുദേവൻ ജ്ഞാനവിജ്ഞാനങ്ങളുടെ കല്ലും മണ്ണും കുഴച്ചുണ്ടാക്കിയ ശിവഗിരി പള്ളിക്കൂടത്തിൽ പഠിച്ച ആളാണ് ഞാൻ. ലോകത്തെല്ലായിടത്തും പറയും, ഞാൻ പഠിച്ച സർവകലാശാലകളെക്കാൾ, ഞാൻ പഠിച്ച മഹത്തായ കലാലയങ്ങളെക്കാൾ എന്റെ വിദ്യാലയം എന്നത് ശിവഗിരി പള്ളിക്കൂടമാണ്. അത് എന്ത് എന്ന് ചോദിച്ചാൽ ദ ഗ്രേസ് ഓഫ് ഗുരു, ദ ഹാലോ ഓഫ് ഗുരു, ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗുരു ഇസ് ദെയർ. ഗുരുവിന്റെ ചൈതന്യം, ഗുരുവിന്റെ മഹിമാവ്, ഗുരുവിന്റെ അനുഗ്രഹം ആ കല്ലിലും കട്ടയിലും ഞാൻ അറിയുന്നുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നാണ്. ഗുരു പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാൻ പറഞ്ഞു നമ്മളോട്. 1888 കല്ലെടുത്ത് മുകളിൽ വെച്ചിട്ട് ഇതാണ് ശിവൻ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സത്യത്തിൽ അതിൽ ശിവനില്ലായിരുന്നു. ശങ്കരൻകുഴിയിൽ നിന്ന് ഗുരു മുങ്ങിയെടുത്ത കല്ലിൽ ശിവനില്ലായിരുന്നു. പക്ഷേ ഗുരു ശിവനെ ആ കല്ലിൽ ആരോപിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവർക്കും വെൽക്കം ടു ഗോഡ്, എല്ലാവർക്കുമായിക്കൊണ്ട് ദൈവത്തിങ്കലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുദേവൻ ആ ശില സ്ഥാപിച്ചത്. പിന്നീട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 50-ൽ പരം ക്ഷേത്രങ്ങൾ കേരളത്തിന് പുറത്തും. അതിൽ കണ്ണാടിയുണ്ട്, അതിൽ കല്ലിൽ കൊത്തിവെച്ച മാനുഷിക മൂല്യങ്ങളുണ്ട്, അതിൽ ദീപമുണ്ട്, അതിൽ ഓങ്കാരമുണ്ട്, പിന്നെ അതിൽ മുരുകനുണ്ട്, ശിവനുണ്ട്, ദേവിയുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ കാളി നാടകമാണ് എന്ന് വിശ്വസിച്ച ഗുരുവിന്റെ കവിത്വസിദ്ധിയെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, അതിന് ഉള്ള സന്ദർഭവും വേദിയും അല്ല. പക്ഷെ ഞാൻ പറയും, ആരാണ് മഹാകവി മലയാളത്തിന്റെ? നിങ്ങൾ എല്ലാവരും 90% പറയുന്ന ഉത്തരം ഞാൻ പറയാം, മഹാകവി കുമാരനാശാൻ. പക്ഷെ ഞാൻ പറയും, ആരാണ് കവികളുടെ കവി? അത് ഗുരുദേവൻ. കാരണം സന്ദർഭമൊന്നും പറയുന്നില്ല, ശൃംഗാര കവിതകൾ എഴുതി അത്യാവശ്യം സന്ധ്യാനാമമൊക്കെ എഴുതി നടന്ന കുമാരൻ എന്ന കുട്ടിക്ക് കവിതയുടെ അസുഖമുണ്ടെന്ന് ആരോ ചെന്ന് ഗുരുദേവനോട് പറയും. അപ്പൊ ഗുരുദേവൻ പറയും, അവനെ ഒന്ന് കാണട്ടെ. കണ്ടപ്പോ ഒരു ടെസ്റ്റ് നടത്തി, പരീക്ഷ നടത്തി. കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ സമയമാണ്.
ആ ടെസ്റ്റ് ഇതായിരുന്നു. ഞാൻ 2 വരി ചൊല്ലും, ബാക്കി 2 വരി ചൊല്ലും. കൊലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്ന് ഗുരുദേവൻ ചൊല്ലി. കുമാരനാശാൻ ബാക്കി ചൊല്ലു. കാലൻ കനിവറ്റു കൊടുത്തു വിടുന്നോലപ്പടി എന്നെ അയക്കരുത്. ഗുരുദേവന് മനസ്സിലായി ഇതിൽ കവിതയുണ്ട്. ബംഗാളിൽ പറഞ്ഞു വിട്ടു, കൽക്കത്തയിൽ പറഞ്ഞു വിട്ടു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു. തിരിച്ചു വന്നാണ് കുമാരനാശാൻ എന്ന കവി ലോകമറിയുന്ന മഹാകവിയായി മാറിയത്. മലയാളത്തിന്റെ, കേരളത്തിന്റെ, ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തിൽ, സാംസ്കാരിക ചരിത്രത്തിൽ, വിദ്യാഭ്യാസ ചരിത്രത്തിൽ, ജ്ഞാന ചരിത്രത്തിൽ, വിജ്ഞാന ചരിത്രത്തിൽ, ജ്ഞാനവും വിജ്ഞാനവും രണ്ടാണല്ലോ. ജ്ഞാനം എന്നത് ആത്മവിദ്യ ആർക്കും ഓതിയിടയണം, അതാണ് ജ്ഞാനം. ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് ജ്ഞാനം. ആത്മോപദേശ ശതകം എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് 100,000 ആളുകൾ തർക്കിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊക്കെ മറുപടി പറയുന്നത് ആത്മബോധമാണ് ആത്മോപദേശ ശതകം. ആത്മബോധമാണ്. ആത്മബോധം എല്ലാവർക്കും ഉണ്ടാവുകയില്ല. നമ്മൾ ആത്മാവെന്നൊക്കെ പറയുകയും ചിലപ്പോൾ അത് ആലും മാവും ചേരുന്നതാണ് ആത്മാവെന്നൊക്കെ പറഞ്ഞ് അതിനെ വാക്കിനെ വച്ചിട്ട് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ആത്മം എന്നുള്ളത്, നോ ദൈസെൽഫ് എന്നുള്ളത്, അവനവനെ അറിയുക എന്നുള്ളത് ആണ് ആത്മോപദേശ ശതകത്തിന്റെ എസൻസ്. അതുകൊണ്ടാണ് തെരുതെര വീണു വണങ്ങി ഓതിയിടയണം. 1-2 തവണയല്ല. ഈ പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥമായ സത്തയുടെ അനുസ്മരണങ്ങൾ മാത്രമാണെന്നും ഞാനും നീയും എന്നത് രണ്ടല്ലെന്നും അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ തമ്മിൽ ഭേദമില്ലാത്തത് കൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. സദാചാരം എന്നൊരു ചെറിയ കവിതയുണ്ടല്ലോ. സദാചാരം എന്നൊരു ചെറിയ കവിതയുണ്ട്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് പറയുന്നത് എന്തിനിത്ര കഷ്ടപ്പെട്ട് ഈ വാക്ക് നിരന്തരം പറയുന്ന SNDP യോഗം എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. പറഞ്ഞാൽ പോരാ. SNDP യോഗം എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC ആകുന്നത് പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM ആകുന്നത് പോലെ, ഭാരതീയ ജനതാ പാർട്ടി BJP ആകുന്നത് പോലെ യാന്ത്രികമായി സംഭവിച്ചു പോയൊരു പരിണാമമാണ്. ആ യോഗം എന്നതിന് കൂട്ടം എന്നാണല്ലോ അർത്ഥം. നമ്മളെ കൂട്ടിപ്പിടിക്കുന്ന സമ്യക്കായ ഘടന, അതാണല്ലോ സംഘടന കൊണ്ട് ശക്തരാകണം എന്ന് പറയുന്നത്. അത് സമ്യക്കായ ഘടനയാണ്. ആ സമ്യക്കായ ഘടനയുടെ മൂലാധാരം എന്ത് എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ധർമ്മമാണ്. ആ ശ്രീനാരായണ ധർമ്മത്തിന്റെ അടിത്തറ, അതിന്റെ സാരാംശം എന്ത് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണ്. ആ മനുഷ്യന്റെ വേണ്ട ഏറ്റവും വലിയ ഗുണം എന്ത് എന്ന് ചോദിച്ചാൽ അരുൾ, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിയിടുക ഈ നവാക്ഷരി. 3 വാക്കുകൾ ഗുരുദേവൻ വളരെ അനായാസമായി പറഞ്ഞു പോയ ഈ 3 വാക്കുകളാണ് ഇന്ന് ലോകത്തിനില്ലാത്തത്. അരുൾ, അവസാനം പറയാം. അൻപ്, സ്നേഹമാണ്, അൻപോടെ ചേർത്ത് പിടിക്കുന്നു. അനുകമ്പ, സിമ്പതിയാണ്, എമ്പതിയാണ്, അല്ലെ, മറ്റുള്ളവരോടുള്ള കാരുണ്യമാണ്, അപരനെ കുറിച്ചുള്ള കരുതലാണ്, അപരനെ കുറിച്ചുള്ള മറ്റുള്ളവന്റെ സങ്കടങ്ങൾ ആലോചിച്ച് രാത്രിയിൽ അവനവന്റെ കിടക്കയിൽ കിടന്ന് കരയുന്നതാണ് എമ്പതി. കാരുണ്യം, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടുകിലും ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ, അതാണ് അനുകമ്പ. അൻപ് എന്നത് സ്നേഹമാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ്
അരുൾ, അരുമയാന ഉൾ ഉണ്ടാകുന്നത്. അതാണ് അരുളുള്ളവനാണ് ജീവി. മനുഷ്യൻ ആരാണ്? മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണ് എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യാണാം മനുഷ്യത്വം ജാതി. ജാതി എന്ന് പറയുന്നത് പൂച്ച ഒരു ജാതിയാണ്, പട്ടി ഒരു ജാതിയാണ്, കിളികൾ ഒരു ജാതിയാണ്, പാമ്പ് ഒരു ജാതിയാണ്, മത്സ്യം ഒരു ജാതിയാണ്, മീനായതും ഭവതിമാനായതും നഖഖം എന്നിങ്ങനെ പറയാറുണ്ടല്ലോ. ഇതൊക്കെ വെവ്വേറെ ജാതിയാണ്. ഓരോ ജാതിയെയും തിരിച്ചറിയുന്നതിന് ഓരോ അടയാളങ്ങൾ ഉണ്ട്. അതെന്താണ്? മനുഷ്യന്റെ അടയാളം മനുഷ്യത്വമാണ്. പേര്, ഊര്, തൊഴിൽ, ഈ മൂന്നും തിരക്കിയാൽ മതി. ജാതി തിരക്കണ്ട, കണ്ടാലറിയാം. അങ്ങനെ ഒരു കഥയുണ്ടല്ലോ, യാത്രയിൽ പേരെന്താ? നാരായണൻ. ബാക്കിയൊന്നുമില്ല, വേറെ ഒന്നുമില്ല. അച്ഛന്റെ പേര് മാടൻ, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അപ്പൊ ചോദിച്ചു, എന്താ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനാ? വേറെ എന്തുണ്ടെന്നറിയാനാണ്? അല്ല, ജാതി എന്തെന്നറിയാനാണ്. അപ്പൊ ചോദിച്ചു, അത് കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടറിയും? കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്നാണല്ലോ. അങ്ങനെ സാക്ഷാൽ മന്നത്ത് പത്മനാഭപിള്ള പോലും ഗുരുദേവൻ പറഞ്ഞത് കേട്ടിട്ട് പിള്ള വേണ്ടെന്ന് വെച്ചതാണ്. പിള്ള വേണ്ടെന്ന് വെച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെയും 19-ാം നൂറ്റാണ്ടിന്റെയും സാമൂഹിക നവീകരണത്തിന്റെ രാസത്വരകമായി പ്രവർത്തിച്ച ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. പിന്നീട് ഈ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരുപാട് പേര് പലതരത്തിൽ വേഷം കെട്ടിയിരുന്നു. ഇപ്പോഴും വേഷം കെട്ടുന്നു. അതൊന്നും അല്ല നവോത്ഥാനം. അതൊക്കെ തക്കാലം വയറ്റുപിഴപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കസർത്തുകളായി മാത്രം കണ്ടാൽ മതി. കേരളത്തിന്റെ നവോത്ഥാനം തുടങ്ങുന്നത് നിർജീവമായ ഒരു കല്ലിലാണ്. ആ കല്ല് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഹാലോ, ശ്രീനാരായണ ഗുരുദേവൻ ആരോപിച്ച ശിവത്വം പേറിയ ആ കല്ലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാറ്റത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ചത്. ഡോക്ടർ പൽപ്പുവിന് MBBS, അന്നത്തെ MBBS നേടിയ ഡോക്ടർ പൽപ്പുവിന് ജോലി കൊടുക്കാൻ തിരുവിതാംകൂർ ഗവൺമെന്റ് തയ്യാറാകാതെ വന്നപ്പോൾ അദ്ദേഹം മൈസൂറിലേക്ക് പോയി. മൈസൂറിൽ വടയാർ രാജാക്കന്മാരുടെ കുടുംബ ഡോക്ടറായി കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ കേരളത്തിന്റെ അവസ്ഥ കണ്ട് വിഷമിക്കുകയാണ്. കാരണം എന്താണ്? വഴി നടക്കാൻ പറ്റുന്നില്ല മനുഷ്യർക്ക്. ബഹുഭൂരിപക്ഷം ആളുകൾ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അനാചാരങ്ങൾ കൊടികുത്തി വാഴുന്ന സാമുദായിക അവസ്ഥ. ഞാൻ സമീപകാലത്ത് തിരുവനന്തപുരത്ത് കരിങ്കുളം എന്നൊരു സ്ഥലത്ത് പോയി. കരിങ്കുളം, വിഴിഞ്ഞത്തിനടുത്ത് കരിങ്കുളം. നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും. കരിങ്കുളത്ത് ഞാൻ ചെന്നപ്പോ കരിങ്കുളം തീർത്തും ഒരു മത്സ്യബന്ധന ഗ്രാമം. പക്ഷെ കരിങ്കുളത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അവിടെ ശ്രീനാരായണീയർ കുറവാണ്, അവിടെ ഹിന്ദുമത വിശ്വാസികൾ പോലും കുറവാണ്. പക്ഷെ വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു ഗുരുമന്ദിരവും ഒരു സ്കൂളും ഒക്കെ. അപ്പൊ ഞാൻ അവിടെ ഒരു ജയന്തി സമ്മേളനത്തിൽ ഇതുപോലെ പ്രസംഗിക്കാം. അപ്പൊ ഞാൻ അന്നത്തെ അതിന്റെ ഭാരവാഹിയായ അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ കരിങ്കുളത്തിന് ഇങ്ങനെ പ്രാധാന്യം വരാനുള്ള കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗുരുദേവനോട് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ, കേരളത്തിലെ പിന്നാക്ക ജനതയുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അനാചാരം ഇവിടെ ഒരു വലിയ കുടുംബത്തിൽ നടന്നപ്പോൾ അത് തടഞ്ഞുകൊണ്ട് ഗുരുദേവൻ നേരിട്ട് ഇവിടെ വന്നു. അത് മാത്രമാണ് കരിങ്കുളത്തിന് ഉള്ള ചരിത്ര പ്രാധാന്യം. പക്ഷെ ആ ഒരു സന്ദർശനത്തിന്റെ ഊർജം ഇപ്പോഴും അവിടെ പ്രസരിക്കുന്നു എന്നാണ്. ഇപ്പോഴും ആലുംമൂട്ടിൽ ചാന്നാരുടെ ക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രത്തിൽ ഗുരുദേവൻ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? കോമരത്തിന് തളർച്ച വരാതിരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് നാളികേരം വെട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അത് പൊട്ടിച്ച് വെള്ളം കോരി കടയിൽ കൊടുക്കുക. അപ്പൊ ഗുരുദേവൻ ചോദിച്ചു, എന്തിനാ ഇത്? അപ്പൊ പറഞ്ഞു, ഇത് ആചാരമാണ്. ഈ നാളികേരം ഒഴിച്ചാല് കോമരം തണുക്കുമോ? കോമരത്തിനെ തണുപ്പിക്കണമല്ലോ. അപ്പൊ നാളികേര വെള്ളം തന്നെ വേണമോ? അല്ല, അതങ്ങനെ തന്നെ വേണം. അപ്പൊ ഗുരുദേവൻ പറഞ്ഞൊരു കാര്യം ചെയ്താൽ മതി, മഞ്ഞൾ കലക്കിയ സാധാ വെള്ളം ഒഴിച്ചാൽ മതി, ക്ഷീണം മാറും. ഇത് അവിടെ നിന്ന് മൂത്താൽ നാളെ കൊച്ചുങ്ങൾക്ക് ചമ്മന്തി അരച്ചു കൊടുക്കും. ഗുരുദേവനെ കേരളം പഠിക്കേണ്ടത് പല വഴികളിലൂടെയാണ് എന്നാണ്. ഭൗതിക ജീവിതത്തിൽ പറഞ്ഞു, ഇനി അമ്പലങ്ങൾ മതി, ഇനി അമ്പലങ്ങളുടെ പേരിലുള്ള പിരിവ് മതി, ഇനി പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കൂ, ഫാക്ടറികൾ ഉണ്ടാക്കൂ. അത് പറഞ്ഞത് കേട്ടിട്ടാണ് അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള വ്യവസായം നടത്തിയ ആളാണ് മഹാകവി കുമാരനാശാൻ. നിങ്ങൾക്കറിയുമോ?
കേരളത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ കച്ചവടം നടത്തിയ ആളാണ് മഹാകുമാരനാശാൻ. ഒരേ സമയം പത്രാധിപർ, ഒരേ സമയം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി, ഒരേ സമയം അന്നത്തെ MLA, അതേസമയം ലോകം കണ്ട ഏറ്റവും മഹാനായ കവി, അതേസമയം കേരളത്തിലെ ഏറ്റവും മിടുക്കനായ വ്യവസായി. ശിവഗിരി സ്കൂൾ ഉണ്ടാക്കി. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ശങ്കർ സാർ, ആർ ശങ്കർ എന്ന ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ വന്നിട്ട് കേരളത്തിൽ മുഴുവൻ വിദ്യാലയങ്ങൾ ഉണ്ടാക്കുന്നു. ഗുരുദേവൻ പറഞ്ഞു, ആത്മവിദ്യ മാത്രം പോലെ, ഇനി സംസ്കൃതം മാത്രം പഠിച്ചാൽ പോലെ, പാശ്ചാത്യ രീതിയിലുള്ള പഠനം കൂടി വേണം നമ്മുടെ കുട്ടികൾക്ക്. പരാപരാ വിദ്യകളെ സംയോജിപ്പിക്കണം എന്നാണ്. ഭൗതിക വിദ്യയും ആത്മീയ വിദ്യയും ഒരുപോലെ വേണം. ഇനി ക്ഷേത്രങ്ങൾ എങ്ങനെയായിരിക്കണം? പറഞ്ഞല്ലോ, കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ട്? ഞാനാണെങ്കിൽ ഇത് പറഞ്ഞ് നമ്മളൊക്കെ പറഞ്ഞ് സത്യത്തിൽ ഗുരുദേവനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഗുരുദേവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് ഗുരുദേവൻ പറഞ്ഞൊന്നും ആവാൻ പറ്റില്ല. ലോകത്ത് ആർക്കും പറ്റില്ല. കാരണം ലോകത്തിലെ മഹാഗുരുക്കന്മാർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള അതാണ്. അവർ പറഞ്ഞൊന്നും പൂർണ്ണമായി നടപ്പിലാക്കാൻ പിന്നീട് ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയാറില്ല. അത് ഗുരുക്കന്മാരുടെ പ്രശ്നമല്ല, അത് പിന്നീട് വരുന്ന ശിഷ്യന്മാരുടെ കുറവാണ്. പക്ഷേ കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇത് അപകടമാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വനം വന്യജീവി വകുപ്പും നമ്മുടെ പരിസ്ഥിതി സംരക്ഷകരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ചെടി നടാൻ. ഇതിന് ഇത്രയും വലിയ സോഷ്യൽ ഫോറസ്ട്രി ക്ലബൊന്നും വേണ്ട. മരം നട്ടാൽ മതി, തണലുമായി പഴവുമായി. ഈ ഒറ്റ വാചകത്തിനപ്പുറം എന്ത് പരിസ്ഥിതി സംരക്ഷണ യജ്ഞമാണ് നമുക്കുള്ളത്? നിങ്ങളെടുത്തിരിക്കുന്ന മഞ്ഞയുണ്ടല്ലോ, നമ്മളെല്ലാവരും കൊടുക്കുന്ന മഞ്ഞ, ഈ മഞ്ഞ എന്തിനാണ്? ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇത് മഞ്ഞൾ മുക്കിയാൽ മതി, പിന്നെ ചെന്ന് അലക്കിയാൽ വീണ്ടും പഴയ ഫോമിലാവും. ഇന്നിപ്പോൾ നമുക്കത് തമാശയായി തോന്നും. നിങ്ങൾ ആലോചിക്കേണ്ടത്, റേഷൻ കോറത്തുണി വർഷത്തിൽ ഒരു തവണ മാത്രം വാങ്ങിച്ച്, സാമ്പശിവം കൊണ്ട് കഥാപ്രസംഗത്തിൽ പറയുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ അത് വെച്ചിട്ട് തേങ്ങ അടക്കാം. ആ വട്ടിലിരിക്കും തുണി, തോർത്തൊക്കെ വടി പോലിരിക്കുന്നു. അങ്ങനെ വടി പോലിരിക്കുന്ന കോറത്തുണി മാത്രമുണ്ടായിരുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പട്ടിണിപ്പാവങ്ങളോടാണ് ഗുരുദേവൻ പറഞ്ഞത്, നിങ്ങൾക്ക് തീർത്ഥാടനം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ആയിക്കോ, ഏത് വസ്ത്രം ധരിക്കണം? മഞ്ഞൾ മുക്കിയ മുണ്ടെടുത്താൽ മതി, ബുദ്ധന്റെയും കൃഷ്ണന്റെയും നിറമാണ്. ഞാൻ വളരെ വിവാദമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടെ ഇരിക്കുന്നതിൽ പലർക്കും ഇതിന് വിയോജിപ്പുണ്ടാകും. ആ വിയോജിപ്പിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണോ വേറെ വല്ല സന്യാസിയാണോ? അപ്പൊ നാട്ടിൽ രണ്ട് പക്ഷമുണ്ട്, പ്രബലമായ രണ്ട് പക്ഷമുണ്ട്. ഒരു പക്ഷം പറയുന്നു ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണ്, വേറൊരു പക്ഷം പറയുന്നു അങ്ങനെ ഹിന്ദു മതത്തിന്റെ വള്ളിക്കെട്ടുകൾക്കിടയിൽ കുരുക്കിയിടേണ്ട ആളല്ല ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹം ജാതിക്കും മതത്തിനും അപ്പുറമാണ്. ശരിയാണ്, ജാതിക്കും മതത്തിനും അപ്പുറമാണ്. 1916 പ്രബുദ്ധ കേരളത്തിലൂടെ പറഞ്ഞു, എനിക്കിനി ജാതിയും വേണ്ട മതവും വേണ്ട. എന്താ കാര്യം? ദൈവത്തിന്റെ SLC ബുക്കിൽ ആരെങ്കിലും ജാതി മതം എഴുതാൻ പറ്റൂ? അതുകൊണ്ടാണ് അന്ന് നിലവിലുള്ള എല്ലാ ജാതികൾക്കും മതങ്ങൾക്കും വിഭാഗീയതകൾക്കും അതീതമായി ഈ പ്രപഞ്ചത്തിൻ വ്യാസത്തോളം എൻ ആത്മാവിന്റെ ശില്പശാലയെ വലുതാക്കിയ മനുഷ്യൻ ഞാൻ എന്ന് പണ്ട് കവി പറഞ്ഞതുപോലെ, ഈ പ്രപഞ്ചത്തിൻ വ്യാസത്തോളം ആത്മാവിന്റെ ശില്പശാലയെ വലുതാക്കിയ മഹാഗുരുവിന് പിന്നെ നിങ്ങളുടെ മെമ്പർഷിപ്പ് എന്തിന് ജാതിയുടെ കാര്യം? അപ്പൊ ഇപ്പോ ഈ തർക്കം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഹിന്ദു സന്യാസിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആണ്. ഹിന്ദു സന്യാസിയാണോ എന്ന് വീണ്ടും കടുപ്പിച്ച് ചോദിച്ചാൽ ഞാൻ പറയും ആണ്. നമ്മുടെ ആളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല. എന്താ കാര്യം? ഇന്ന് പറയുന്ന സോക്കോൾഡ് ഹിന്ദു മതത്തിന്റെ ഹിന്ദു സന്യാസി അല്ല ഗുരുദേവൻ. ഞാൻ അങ്ങയുടെ ശിഷ്യനായിക്കോട്ടെ, എന്നെ ഒന്ന് സന്യാസിയാക്കൂ, എന്റെ പേരൊന്ന് മാറ്റിത്തരുമെന്ന് പറഞ്ഞപ്പോ വേണ്ട, അവിടെ നിന്നുകൊണ്ടുള്ള ശിഷ്യത്വം മതി എന്ന് ഇസ്ലാം മത വിശ്വാസിയോട് പറഞ്ഞ ആളാണ് ഗുരുദേവൻ. ഇസ്ലാം മതത്തിൽപ്പെട്ട ശ്രീലങ്കയിൽ ചെന്നപ്പോ ശ്രീലങ്കയിൽ വെച്ച് ഒരു ഇസ്ലാം മത വിശ്വാസിയായ ആൾ വന്ന് പറയുകയാണ്,
ഞാൻ അങ്ങയുടെ കൂടെ ചേർന്നോട്ടെ. CF ആൻഡ്രൂസ് ആണ് നേരത്തെ പറഞ്ഞ CF ആൻഡ്രൂസ്. CF ആൻഡ്രൂസ് നിങ്ങൾക്കറിയാം, ലോകത്ത് മഹാത്മാഗാന്ധിയെ മിസ്റ്റർ മോഹൻ എന്ന് വിളിച്ചിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ അങ്ങേരെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ. അത് CF ആൻഡ്രൂസ് ആണ്. മരിക്കുന്നവരെ മഹാത്മാഗാന്ധിയെ മിസ്റ്റർ മോഹൻ എന്ന് വിളിക്കുമായിരുന്നു. CF ആൻഡ്രൂസ് ആണ് പറഞ്ഞത്, ഞാൻ തെക്കേ ഇന്ത്യയിലെ കടൽ തീരത്തിലൂടെ നമ്മുടെ ക്രിസ്തു ഹിന്ദു സന്യാസിയുടെ വേഷത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു. ഈ ഹിന്ദു സന്യാസി, ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഹിന്ദു സന്യാസി മറ്റു മതങ്ങളെ ആക്രമിക്കുന്ന ഹിന്ദുക്കളുടെ സന്യാസി അല്ല. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഹിന്ദു സന്യാസി മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്ന മതത്തിന്റെ ഹിന്ദു സന്യാസി അല്ല. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഹിന്ദു സന്യാസി ഈശാവാസ്യോപനിഷത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഹിന്ദു സന്യാസിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഹിന്ദു സന്യാസി അദ്വൈത ചിന്താ പദ്ധതിയുടെ, ഇന്ത്യൻ വേദാന്തത്തിന്റെ, ഇന്ത്യൻ തത്വചിന്തയുടെ മറുകര കണ്ട സന്യാസിയാണ്. ദർശനമാല എന്ന പേരിൽ നടന്നു പോയപ്പോ ശിഷ്യന് പറഞ്ഞുകൊടുത്ത ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് എഴുതി തീർന്നപ്പോൾ പറഞ്ഞു 99 ആയില്ലേ? ആയി, എന്നാൽ ഇതുകൂടി എഴുതിക്കോ. എഴുതി 10 വീതം വെച്ച് വരയിട്ടു 1, 2, 3 പേര് പറഞ്ഞു കൊടുത്തു. അതാണ് ദർശനമാല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു. ജയന്തി ഘോഷയാത്രയുടെ നിശ്ചല ദൃശ്യങ്ങൾക്ക് മാർക്കിടാനുള്ള ജോലി എനിക്കുണ്ട് ശിവഗിരി. അപ്പൊ അതിനങ്ങ് എത്തണം. അതിനെത്തിയില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആരാണ് ഗുരുദേവൻ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം ഇത്രയേ ഉള്ളൂ: വെളിച്ചമാണ്. വെളിച്ചമാണ് ഗുരുദേവൻ. അതുകൊണ്ട് ഗുരുദേവന്റെ കൃതികളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ഏറ്റവും കൂടുതൽ ഗുരു ഉപയോഗിച്ചിട്ടുള്ള വാക്ക് വെളിച്ചവും അതിന്റെ പര്യായങ്ങളും. വെളി, ഒളി, ശോഭ, അഹസ് എന്നിങ്ങനെ വെളിച്ചത്തിന്റെ പര്യായപദങ്ങൾ വാരി വിതറിയ കാവ്യപൂക്കളമാണ് ഗുരുവിന്റെ കവിതകൾ. ഞാന് ഗുരുദേവന്റെ കവിതകളെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഗുരുദേവനെ കുറിച്ച് കുമാരനാശാൻ പറഞ്ഞ 2 കാവ്യ സന്ദർഭങ്ങൾ നിങ്ങളോട് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിങ്ങനെയാണ്: ആര് അന്ധകാരനിര നീക്കി നമുക്ക് ബോധമാരബ്ധമാവതിന് പൊങ്ങി അഹസ്കരൻ പോൽ. ആരാണോ അന്ധകാരം മുഴുവൻ നീക്കി നമ്മുടെ ഉള്ളിൽ ബോധമുണ്ടാകുന്നതിന് വേണ്ടി സൂര്യൻ പോലെ 1 കോടി ദിവാകരൊത്തുയരും പടി ഉയർന്നു വന്നത്. ആരാൽ പവിത്രൈഹ ഭൂമി, ആരെ കൊണ്ടാണോ ഈ ഭൂമി പരമപവിത്രമായത്, മഹാമഹാന നാരായണാഖ്യ ഗുരു വാഴുക വാഴുകെന്നും. കുമാരനാശാന്റെ ഗുരുവിന്റെ ഒരു ജന്മദിനത്തിന് കുമാരനാശാൻ എഴുതിയ വരിയാണ്. മറ്റൊരു ജന്മദിനത്തിന് അദ്ദേഹം എഴുതിയ വരി കൂടി ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് എന്റെ പറച്ചിൽ ഏതാണ്ട് അന്ത്യഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ലോകാനന്ദതനായി ജഡപ്രകൃതിയെ ജാത്യന്ധമാക്കി തമസാകാശത്തു പരത്തിടും ചിറകിനെ ഛേദിച്ചു ഖേദം വിന. ഇങ്ങനെയാണ് ലോകത്തിന് മുഴുവൻ ആനന്ദം നൽകിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ ജാതിയുടെ ഇരുട്ടിൽ മുക്കി ആകാശത്ത് കൂടി പറന്ന ഇരുട്ടിന്റെ പക്ഷിയുടെ ചിറക് വെട്ടിക്കളഞ്ഞുകൊണ്ട് ശ്രീകാളും ഛവി തൂകി ഐശ്വര്യപൂർണമായ പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ട് എങ്ങും ചതയത്തൊടുത്തു ചിങ്ങം പെറും രാഗാചന്ദ്ര. ചിങ്ങമാസത്തിലെ ചതയത്തിന് ഉദയം ചെയ്ത അല്ലയോ രാത്രിയുടെ ചന്ദ്രബിംബമേ, ജയിക്ക രാവു പകലായി മാറുന്ന കാലം വരെ, ഈ രാത്രി പകലാകുന്ന കാലം വരെ ഗുരുദേവനെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കണം. കൊടിയിലും കൊണ്ടു നടക്കണം, ഉടുപ്പിലും കൊണ്ടു നടക്കണം. ഉടുപ്പഴിഞ്ഞു പോയാലും കൊടി മങ്ങിപ്പോയാലും മനസ്സിൽ കൊണ്ടു നടക്കാൻ മറന്നു പോകരുത് എന്ന് മാത്രം എനിക്ക് പറയാനുണ്ട്. ജാതിഭേദവും
മതദ്വേഷവുമെന്നേ ലോകർ സോദരർ പോലെ വാഴും കാഴ്ച കാട്ടിയ കണ്ണേ, മുച്ചൂടും മുന്നേറിലും നിന്നൊപ്പമെത്തിയില്ലല്ലോ, അച്ചൂണ്ടുവിരലോളം വളർന്നീലല്ലോ ഞങ്ങൾ എന്ന് ശിവഗിരിയിൽ വന്ന് നിന്നുകൊണ്ടൊരു കവി പണ്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സങ്കടവും എനിക്ക് ഇപ്പോഴും ഉണ്ട്. ജാതിഭേദവും മതദ്വേഷവുമെന്നേ ലോകർ സോദരർ പോലെ വാഴും കാഴ്ച കാട്ടിയ കണ്ണേ, മുച്ചൂടും മുന്നേറിലും നിന്നൊപ്പമെത്തിയില്ലല്ലോ, അച്ചൂണ്ടുവിരലോളം വളർന്നീലല്ലോ നമ്മൾ. ഇനിയും വളരാനുണ്ട്, നമുക്ക് വളരാനാകട്ടെ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ അദൃശ്യതയിലിരുന്നു കൊണ്ട് ആ ഗുരു കാരുണ്യ കടാക്ഷ മരീചികൾ നമുക്കൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ വന്ന് സംസാരിക്കുവാനുള്ള ആയുസ്സും മനസ്സും ഓർമ്മയും വാക്കും എനിക്ക് തന്ന മഹാഗുരുവിന് മുൻപിൽ പ്രണമിക്കുന്നു. എല്ലാവർക്കും 171ാമത് ഗുരുദേവ ജയന്തി ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും എന്റെ അനുജൻ ശ്രീ സുമേഷ്, പഠിക്കുന്ന കാലം മുതലുള്ള ബന്ധമാണ്. ആ ബന്ധം മുറിയാത്തതിനും ഒരു കാരണം ഗുരുദേവനാണ്. ശ്രീനാരായണ കലാലയത്തിലാണ് നമ്മൾ രണ്ടാളും പഠിച്ചത് എന്നുള്ളതും ഒരു നിമിത്തമാണ്. അങ്ങനെ നിമിത്തങ്ങളുടെ സംഘാതമായ ആ മഹാഗുരു പൂർണിമയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഗുരുസ്തവം ചൊല്ലാൻ ശ്രീ മാധവനെ ക്ഷണിക്കുന്നു. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, ആരായുവിലന്തമൊഴിച്ചാതിമഹസ്സിൻ നേരാംവരി കാട്ടും ഗുരുവല്ലോ പരദൈവം, ആരാധന തോർത്തിടുകി ഞങ്ങൾ കവിടുന്ന നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ, മുൻപായി നിനച്ചോ കെയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തേ, അന്യർക്ക് ഗുണം ചെയ്വതിനായോ ശുഭപുഷ്പം ധന്യാത്രമുടങ്ങാത്മതപക്ഷം ബലി ചെയ്യൂ, സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലമിയെന്നോർ വന്യാശ്രമമേകുന്നവരും ശ്രീ ഗുരുമൂർത്തേ, വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും
എന്നും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരമ്പിൻ പുകൾ പോൽ ശ്രീ ഗുരുമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. സമ്മേളനം ഉടൻ തന്നെ അവസാനിക്കുകയാണ്. മുഖ്യപ്രഭാഷണമായി ഒരു വാക്ക് ശ്രീ പച്ചേൽ സന്ദീപ് സംസാരിക്കും. അതിനുശേഷം ഉടൻ തന്നെ അവസാനിക്കും. വളരെയേറെ ബഹുമാനമുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ കടക്കൽ യൂണിയന്റെ പ്രസിഡന്റ് ഡി ചന്ദ്രബോസ് അവർ, വളരെയേറെ പ്രിയമുള്ള യോഗത്തിന് സ്വാഗതം പറഞ്ഞ യൂണിയന്റെ സെക്രട്ടറി കെ പ്രേംരാജ് അവർ, വളരെയേറെ പ്രിയമുള്ള ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച ഡോക്ടർ അജയൻ പനേറ അവർ, വളരെയേറെ ബഹുമാനമുള്ള ഡോക്ടർ എസ് അജിത, സജി പി എസ് അവർ, തുളസീധരൻ വേങ്ങൂർ, കെ കെ സുമേഷ്, പാങ്ങരടി ശശിധരൻ, കെ എം മാധുരി, നളിനാക്ഷൻ, അമൃതദാസൻ, എസ് വിജയൻ, എസ് സുധാകരൻ, ജയപ്രകാശ്, എസ് വിജയമ്മ, സുധർമ്മകുമാരി, നിജി രാജേഷ്, അഖിൽ ഭാർഗവൻ, അനിൽകുമാർ, മാസ്റ്റർ മാധവൻ, യോഗത്തിന് നന്ദി പറയുന്ന മധുസൂദനൻ അവർ, വളരെയേറെ പ്രിയമുള്ള സഹയോഗത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരെ, പ്രവർത്തകരെ, ഈ വൈകിയ വേളയിൽ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വളരെയേറെ സന്തോഷം. ഇവിടെ ഉദ്ഘാടക പ്രസംഗത്തിൽ ഡോക്ടർ അജയൻ സാറ് വളരെ വ്യക്തമായി ഗുരുവിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയും നമുക്കൊരു ഒത്തിരി അറിവുകൾ കിട്ടുകയും ചെയ്തു. അതിനിടയിൽ കയറി പിന്നെ ഒരു മുഖ്യപ്രഭാഷണം നടത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലേ വൈകിയ വേളയിൽ. വളരെയേറെ സന്തോഷം. നമ്മുടെ ശാഖായോഗത്തിന്റെ നേതൃത്വം ശാഖയിൽ നിന്നുള്ള പ്രവർത്തകരുമായി വന്ന് നമ്മുടെ ചതയന 171ാമത് ചതയന ഘോഷയാത്ര വൻ വിജയമാക്കുവാനായിട്ട് നിങ്ങളെല്ലാവരുടെ ആത്മാർത്ഥ പരിശ്രമം വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. വളരെയേറെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ കൗൺസിലർമാർ ആരും സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിന് നന്ദി പറയുവാൻ ചടയമംഗലം ടൗൺ ശാഖയുടെ സെക്രട്ടറി ശ്രീ മധുസൂദനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ചന്ദ്രബോസ് സാർ അവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ ഡോക്ടർ എസ് അജയൻ പനേറ അവർ, യോഗത്തിന്റെ കൗൺസിലർ ശ്രീ പച്ചയിൽ സന്ദീപ് അവർ, കടക്കൽ യൂണിയന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ വിവിധ ശാഖകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, മറ്റ് ശാഖയിലെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് യോഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മറ്റ് ഭാരവാഹികൾ, ഇവിടെ എനിക്ക് പറയാനായിട്ടുള്ളത് ഈ 171ാമത് ഗുരുദേവ ജയന്തി ചടയമംഗലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച കടക്കൽ യോഗത്തിന്റെ എല്ലാ ഭാരവാഹികളെയും നന്ദി അറിയിക്കുന്നു.
അതുപോലെ തന്നെ ചടയമംഗലത്ത് ഇത്രയും വലിയ ഒരു പരിപാടി നടത്തിയതിൽ നമ്മുടെ അടുത്ത ശാഖയിലുള്ള ഇടയ്ക്കോട് ശാഖയിലെ സെക്രട്ടറി പ്രസിഡന്റ്, തെരുവുംഭാഗം ശാഖയിലെ സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർക്ക് ഞാൻ പ്രത്യേകം ശാഖയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. SNDP യോഗം കടയ്ക്കൽ യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷത്തിന്റെ തത്സമയ ഭാഗങ്ങളാണ് ശശി TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.